നെക്സ്റ്റ് പാർട്ട് സൈക്ലോട്രോൺ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ഒത്തിരി പ്രാവശ്യം ചോദിച്ചൊരു ചോദ്യമാണ്. ഇപ്രാവശ്യം CBSE-ക്കാർ ഒഴിവാക്കിയൊരു പാർട്ടും കൂടിയാണ്. CBSE-യുടെ 30% ഒഴിവാക്കിയ സമയത്ത് ഒഴിവാക്കിയ ഒരു പാർട്ട് കൂടിയാണ് സൈക്ലോട്രോൺ എന്ന് പറയുന്നത്. പക്ഷെ ബോർഡ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു പാർട്ടാണ് സൈക്ലോട്രോൺ എന്ന് പറയുന്നത്. എന്താ സൈക്ലോട്രോൺ എന്ന് പറയുന്നത്? സൈക്ലോട്രോൺ is the device used to accelerate positively charged particle. എന്താ സൈക്ലോട്രോൺ എന്ന് പറയുന്നത്? സൈക്ലോട്രോൺ is the device used to accelerate positively charged particle like alpha particle, proton, etc. അപ്പൊ എന്താണ് സൈക്ലോട്രോൺ എന്ന് പറഞ്ഞു? എന്താ സൈക്ലോട്രോൺ എന്ന് പറയുന്നത്? സൈക്ലോട്രോൺ is the device used to accelerate the positively charged particle. പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളിനെ ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് എന്ന് പറയുന്നത് സൈക്ലോട്രോൺ എന്ന് പറയുന്നത്. എന്താ സൈക്ലോട്രോൺ എന്ന് പറയുന്നത്? സൈക്ലോട്രോൺ ഈസ് ദ ഡിവൈസ് used to accelerate positively charged particle like alpha particle, proton, etc. എന്താണ്? പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളിനെ ആക്സിലറേറ്റ് ചെയ്യാനുള്ള ഡിവൈസ്. അടുത്തത് അതിൻ്റെ പ്രിൻസിപ്പിൾ ആണ് പറയുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് സൈക്ലോട്രോൺ ആണ്. പ്രിൻസിപ്പിൾ ഓഫ് സൈക്ലോട്രോണിൽ ഫസ്റ്റ് പറയുന്നത് എന്താണ്? പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ can be accelerated by placing it in perpendicular electric field and magnetic field. എന്താ പ്രിൻസിപ്പിൾ പറഞ്ഞത്? പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ക്യാൻ ബി ആക്സിലറേറ്റഡ് by placing it in perpendicular electric and magnetic field. അപ്പൊ എന്താ സൈക്ലോട്രോൺ എന്ന് ആദ്യം പറഞ്ഞു. സൈക്ലോട്രോൺ is the device used to accelerate positively charged particle. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു positively charged particle can be accelerated by placing it in perpendicular electric and magnetic field. എന്താണ് പ്രിൻസിപ്പിൾ ഒന്നും കൂടി പറയാം. Positively charged particle can be accelerated by placing it in perpendicular electric and magnetic field. അടുത്തത് അതിൻ്റെ കൺസ്ട്രക്ഷൻ ആണ്. Construction of cyclotron. Cyclotron consists of two D-shaped Cyclotron consists of two D-shaped evacuated metal chambers. രണ്ട് D-shaped ആയിട്ടുള്ള evacuated ആയിട്ടുള്ള മെറ്റൽ ചാമ്പേഴ്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ടു D-shaped evacuated metal chambers. രണ്ട് D-shaped ഇല്ല ഇവാക്വേറ്റ് ആയിട്ടുള്ള മെറ്റൽ ചാമ്പേഴ്സ് ഞാൻ കൺസിഡർ ചെയ്തു. രണ്ട് മെറ്റൽ ബോക്സുകൾ നമ്മൾ കൺസിഡർ ചെയ്തു. സോ കൺസിഡർ ടു D-shaped evacuated metal chambers called, അതിനൊരു പേര് പറയും,
ഡീസ് എന്ന് പറയും. രണ്ടെണ്ണം ഉള്ളത് കൊണ്ട് ഒന്നിന് D1 ഒന്നിന് D2. അതിന് പറയുന്ന പേരാണ് ഡീസ്. സോ കൺസിഡർ 2 evacuated D-shaped metal chambers called Ds which are connected to high potential. Then അത് എന്തുമായിട്ട് കണക്ട് ചെയ്തു? For high potential for providing electric field. ഈ ഒരു ഗ്യാപ്പിൽ 2 ഡിൻ്റെയും ഗ്യാപ്പിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി, ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു ഹൈ പൊട്ടൻഷ്യൽ, ഒരു AC കൊടുത്തു. അത് അത്രയേ ഉള്ളൂ. ഹൈ പൊട്ടൻഷ്യൽ. അവിടെ ഹൈ പൊട്ടൻഷ്യൽ കൊടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ ഇലക്ട്രിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ കൺസിഡർ 2 evacuated D-shaped metal chambers called Ds which are connected to high potential for providing electric field. The positively charged particle can be accelerated. നമുക്ക് ആക്സിലറേറ്റ് ചെയ്യേണ്ട പോസിറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾ ഈസ് പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ 2 Ds. എവിടെയാണ് ആ ചാർജ്ഡ് പാർട്ടിക്കിൾ വെച്ചേക്കുന്നത്? ഇൻ ബിറ്റ്വീൻ 2 Ds. ആ 2 Dsൻ്റെയും ഇടക്കാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? കൺസിഡർ 2 D-shaped evacuated metal chambers called Ds which are connected to high potential for providing electric field. The positively charged particle can be accelerated is placed in between 2 Ds. ആ 2 Dsൻ്റെയും ഇടയ്ക്ക് വെച്ചു. Positively charged particle can be accelerated is placed in between 2 Ds. Okay ആണല്ലോ. Then the whole setup is placed in a perpendicular magnetic field. ഇവിടെ മൊത്തം വെച്ചിരിക്കുന്നത് ഇൻ എ പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ്. രണ്ടും എവിടെയാണ്? ഈ ഇലക്ട്രിക് ഫീൽഡിന് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടായിരിക്കും, ഇങ്ങനെ പാരലൽ ആയിരിക്കും. D1 എന്ന് D2ലേക്ക്, അല്ലെങ്കിൽ D2 എന്ന് D1ലേക്ക്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ്. നോർത്ത് ടു സൗത്ത് പെർപെൻഡിക്കുലർ ആയിട്ട്. ദ ഹോൾ സെറ്റപ്പ് ഈസ് പ്ലേസ്ഡ് ഇൻ എ പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ കൺസ്ട്രക്ഷനിൽ എന്തൊക്കെയാ പറഞ്ഞത്? നിങ്ങൾ ഈ ചിത്രം വരഞ്ഞാൽ തന്നെ കൺസ്ട്രക്ഷനിലുള്ള മാർക്ക് കിട്ടും നിങ്ങൾക്ക്. എന്നാലും നിങ്ങൾ ഓർത്ത് വെക്കുക എന്തൊക്കെയാ കൺസ്ട്രക്ഷനിൽ പറഞ്ഞത്. Cyclotron consists of 2 D-shaped evacuated metal chambers called Ds which are connected to high potential for providing electric field in between 2 Ds. Positive charged particle can be accelerated is placed in between 2 Ds. The whole setup is placed in a perpendicular magnetic field. Whole setup is placed in a perpendicular magnetic field. അടുത്തത് പറയുന്നത് വർക്കിംഗ് ഓഫ് സൈക്ലോട്രോൺ ആണ്. വർക്കിംഗ് ഓഫ് സൈക്ലോട്രോൺ എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. സോ വർക്കിംഗ് ഓഫ് സൈക്ലോട്രോൺ 4 പോയിന്റ്സ് നിങ്ങൾ പഠിക്കണം. അതിലൊന്നാമത്തെ പോയിന്റ്, ഡ്യൂറിംഗ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് AC, D1 is in positively charged, and D2 is in negatively charged. So charged particle moves towards D2. അതായത് ഫസ്റ്റത്തെ പോയിന്റ് AC ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഹൈ പൊട്ടൻഷ്യൽ AC ആണ് അപ്ലൈ ചെയ്യുന്നത്. ഡ്യൂറിങ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് AC, നമ്മൾ AC നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ചെറിയ ക്ലാസ്സിൽ. ഇങ്ങനെയാണ് AC. ഇത് പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഇത് നെഗറ്റീവ് ഹാഫ് സൈക്കിളും. ഡ്യൂറിങ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് AC, D1 ഈസ് ഇൻ പോസിറ്റീവ്ലി ചാർജ്. ഈ D1 എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടും ചാർജ് ചെയ്യും, D2 എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ടും ചാർജ് ചെയ്യും. ഡ്യൂറിങ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് AC,
D1 is in positively charged and D2 is in negatively charged. അപ്പൊ ഇവിടെയുള്ള പോസിറ്റീവ് ചാർജ് എങ്ങോട്ടേ മൂവ് ചെയ്യുള്ളൂ? ഓപ്പോസിറ്റ് ചാർജ് ഉള്ള ഡീസിലേക്കാണ് മൂവ് ചെയ്യുക. ഇവിടെ ഓപ്പോസിറ്റ് ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജിലേക്കാണ് മൂവ് ചെയ്യുക. സോ നെഗറ്റീവ് ചാർജ് ഉള്ള D2യിലേക്ക് മൂവ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ ഫസ്റ്റത്തെ പോയിന്റ് എന്താണ്? ഡ്യൂറിംഗ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് AC, D1 is in positively charged and D2 is in negatively charged. So the charged particle enters into D2. എങ്ങോട്ട് മൂവ് ചെയ്തു? അത് D2 എന്ന് പറയുന്നതിലേക്ക് മൂവ് ചെയ്തു. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് when a charged particle moves in a perpendicular magnetic field, it execute circular path. എന്താ പറഞ്ഞത്? when a charged particle moves in a perpendicular magnetic field, it executes circular path. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഏതില്? ചാർജർ പാർട്ടിക്കിളിന്റെ 3 കേസിൽ. ഒരു ചാർജഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്താൽ, പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്താൽ, ഇറ്റ് എക്സിക്യൂട്ട് സർക്കുലർ പാത്ത്. അപ്പൊ ഇവിടെയുള്ള ചാർജഡ് പാർട്ടിക്കിൾ ഇവിടേക്ക് എൻ്റർ ചെയ്തു, ദെൻ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്തു. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞു when a charged particle moves perpendicular to the magnetic field, it executes circular path. അപ്പൊ ഫസ്റ്റത്തെ പോയിന്റ് എന്തായിരുന്നു? during the positive half cycle of AC, D1 is in positively charged and D2 is in negatively charged. So the charged particle moves അല്ലെങ്കിൽ enters into D2. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് when a charged particle moves in a perpendicular magnetic field, it executes circular path. മൂന്നാമത്തേത് when a charged particle moves in an electric field, it get accelerated. ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഗെറ്റ് ആക്സിലറേറ്റഡ്. ഈ ഒരു സർക്കുലർ പാത്തിൽ വന്നതിന് ശേഷം, അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ തീർന്നു. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ തീർന്നു കഴിയുന്ന സമയത്ത് ഇത് ഈ ഗ്യാപ്പിലേക്ക് വരും, 2 ഡീസിൻ്റെയും ഇടക്ക്. ഈ 2 ഡീസിൻ്റെയും ഇടക്ക് എന്താണുള്ളത്? അവിടെ നമുക്കുള്ളത് എന്തുമാത്രമാണ്? ഇലക്ട്രിക് ഫീൽഡ് മാത്രമാണ്. ആ ഇലക്ട്രിക് ഫീൽഡിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഗ്യാപ്പിലെത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി കൂടും, അതായത് ആക്സലറേറ്റ് ചെയ്യിക്കും, അതായത് വെലോസിറ്റി കൂടും. എവിടെ എത്തുമ്പോൾ? ഇവിടെ എത്തുമ്പോൾ ആക്സലറേറ്റ് ചെയ്യും. അതാണ് മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞത്. when a charged particle moves in an electric field, it get accelerated. അത് എന്ത് ചെയ്യും? ആക്സിലറേറ്റ് ചെയ്യും. ദെൻ ഇനി അടുത്തത് എന്ത് ചെയ്തു? നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആയി. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ D2 എന്തായിട്ട് മാറി? പോസിറ്റീവും, D1 നെഗറ്റീവ് ആയിട്ട് മാറും. നേരെ പൊളാരിറ്റി ചേഞ്ച് ചെയ്തു നേരത്തെ ഉള്ളതിൻ്റെ. അപ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നേരെ തിരിച്ചായിരുന്നു. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവും. അപ്പോൾ ചാർജഡ് പാർട്ടിക്കിൾ എങ്ങോട്ട് മൂവ് ചെയ്യും? ഈ D2യിലേക്ക് മൂവ് ചെയ്യും. ദെൻ D2യിലേക്ക് മൂവ് ചെയ്തു. പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിലാണ് സർക്കുലർ പാത്ത്. വീണ്ടും ഈ ഗ്യാപ്പിലേക്ക് വന്നു. ഗ്യാപ്പിലേക്ക് വരുന്ന സമയത്ത് ആക്സലറേറ്റ് ചെയ്യിക്കും. ആക്സലറേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ വെച്ച് അതിൻ്റെ സ്പീഡ് കൂടും. പിന്നെ വീണ്ടും പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണ്. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ എവിടെയാണ്? ഫസ്റ്റത്തെ കേസ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ D1 പോസിറ്റീവും D2 നെഗറ്റീവാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറും. ദെൻ ആക്സലറേറ്റ് ചെയ്തു, വീണ്ടും ആക്സലറേറ്റ് ചെയ്തു, വീണ്ടും ആക്സലറേറ്റ് ചെയ്തു. ഓരോ സർക്കുലാർ പാത്തിലും എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ വെലോസിറ്റി കൂടുന്നുണ്ട്. ഓരോ സർക്കുലാർ പാത്തിലും എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ വെലോസിറ്റി, കാരണം ഇവിടെ എത്തുമ്പോൾ ആക്സലറേറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ സർക്കുലാർ പാത്ത് കഴിയുമ്പോഴും അതിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത്
ഏത് വെലോസിറ്റി ആണോ നമുക്ക് ആവശ്യമുള്ള ആ സമയത്ത് ഈ ഡിക്ക് ഒരു വിൻഡോ ഉണ്ടായിരിക്കും. ആ വിൻഡോ വഴി എന്ത് ചെയ്യും? ആ വിൻഡോ വഴി നമ്മൾ ചാർജർ പാർട്ടിക്കിളിനെ പുറത്തെടുക്കും. ആ വിൻഡോ വഴി ചാർജർ. അപ്പൊ 3 പോയിന്റ് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാ 3 പോയിന്റ്? ഡ്യൂറിംഗ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് AC, D1 is in positively charged and D2 is in negatively charged. So the charged particle moves towards D2. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് when a charged particle moves in a perpendicular magnetic field, it executes circular path. മൂന്നാമത്തെ when a charged particle moves in an electric field, it get accelerated. അടുത്ത പോയിന്റ് പറയുന്നത് during each revolution velocity of the charged particle increases. നമ്മൾ ഇവിടെ പറഞ്ഞു ഓരോ ഗ്യാപ്പിലെത്തുമ്പോഴും അതിന്റെ ആക്സലറേറ്റ് ചെയ്യുന്നുണ്ട്, അതായത് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതാ പറഞ്ഞത് ഡ്യൂറിങ് ഈച്ച് റവല്യൂഷൻ. ഓരോ റവല്യൂഷൻ കഴിയുമ്പോഴും അതിന്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. സോ ഡ്യൂറിങ് ഈച്ച് റവല്യൂഷൻ വെലോസിറ്റി ഓഫ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻക്രീസസ്. സോ റേഡിയസ് ഓഫ് റവല്യൂഷൻ ഓൾസോ ഇൻക്രീസസ്. റേഡിയസ് ഓഫ് റവല്യൂഷൻ ഓൾസോ ഇൻക്രീസസ്. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ നേരത്തെ ടൈം പീരീഡ് ഓഫ് സർക്കുലർ മോഷൻ പറഞ്ഞ സമയത്ത് V ഈസ് ഈക്വൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? QBR/M. രണ്ടാമത്തെ ഇക്വേഷൻ പറഞ്ഞത് ഓർമ്മയുണ്ടാവും. അല്ലെങ്കിൽ ഒന്നും കൂടി നിങ്ങൾ റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ മതി. സോ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത നോട്ട് നോക്കിയാലും മതി. സോ V ഈസ് ഈക്വൽ ടു QBR/M. Q എന്ന് പറയുന്ന ചാർജാ. ഇവിടെ ചാർജ് ചേഞ്ച് ചെയ്യൂല, അത് കോൺസ്റ്റന്റാ. ബി എന്ന് പറയുന്നത് ഇവിടെ അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡാ, അതും ചേഞ്ച് ചെയ്യൂല. എം എന്ന് പറയുന്ന മാസ് ഓഫ് ദ. ഇതിൽ നിന്ന് നമുക്ക് V ഈസ് പ്രൊപ്പോർഷണൽ ടു R എന്ന് എഴുതാം. V ഈസ് പ്രൊപ്പോർഷണൽ ടു R. അപ്പോൾ ഓരോ റവല്യൂഷനും വെലോസിറ്റി കൂടിയാൽ ഓരോ റവല്യൂഷനും റേഡിയസ് ഓഫ് റവല്യൂഷനും കൂടും. അതന്നെ അവിടെ പറഞ്ഞേ ഡ്യൂറിംഗ് ഈച്ച് റവല്യൂഷൻ velocity of the charged particle increases. So radius of revolution also increases, but time period is constant. അപ്പൊ നമ്മൾ എന്തൊക്കെയാ 4 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് വർക്കിംഗ് ഓഫ് സൈക്ലോട്രോൺ. എന്തൊക്കെയാ 4 പോയിന്റ് പറഞ്ഞത്? ഡ്യൂറിംഗ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് AC, D1 is in positively charged and D2 is in negatively charged. So the charged particle enters into D2. രണ്ടാമത്തെ നമ്മൾ എന്ത് പറഞ്ഞു? when a charged particle moves in a perpendicular magnetic field, it executes circular path. അടുത്തത് when a charged particle moves in an electric field, it get accelerated. അടുത്തത് during each revolution velocity of the charged particle increases, radius of revolution also increases, but time period is constant. time period എന്തായിരിക്കും? കോൺസ്റ്റന്റ്. അപ്പം നമ്മൾ എന്തൊക്കെയാ പറഞ്ഞ? സൈക്ലോട്രോൺ എന്താന്ന് പറഞ്ഞു. എന്താ സൈക്ലോട്രോൺ എന്ന് പറയുന്നത്? സൈക്ലോട്രോൺ ഈസ് ദ ഡിവൈസ് used to accelerate positively charged particle like alpha particle, proton, etc. അതിന്റെ പ്രിൻസിപ്പിൾ പറഞ്ഞു. എന്താ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ക്യാൻ ബി ആക്സലറേറ്റഡ് ബൈ പ്ലേസിംഗ് ഇറ്റ് ഇൻ പെർപെൻഡിക്കുലർ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അതിന്റെ കൺസ്ട്രക്ഷൻ പറഞ്ഞു. എന്തായിരുന്നു കൺസ്ട്രക്ഷൻ? സൈക്ലോട്രോൺ കൺസിസ്റ്റ് ഓഫ് 2 D-shaped evacuated metal chambers called Ds, which are connected to high potential for providing electric field. ഇവിടെ AC കണക്ട് ചെയ്തേക്കുന്നു for providing high potential. So positively charged particle can be accelerated is placed in between 2 Ds. The whole setup is placed in a perpendicular magnetic field. Working പറഞ്ഞു. During the positive half cycle of AC, D1 is in positively charged and D2 is in negatively charged. So the charged particle moves towards D2. രണ്ടാമത്തേത് when a charged particle moves in a perpendicular magnetic field, it executes circular path.
അടുത്തത് when a charged particle moves in an electric field it get accelerated. Last point എന്താ? During each revolution velocity of the charged particle increases, radius of revolution also increases, but time period is constant. ഇതാണ് സൈക്ലോട്രോണിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ സൈക്ലോട്രോൺ എന്താന്ന് പറഞ്ഞു, അതിന്റെ പ്രിൻസിപ്പിൾ പറഞ്ഞു, അതിന്റെ വർക്കിംഗ് കൺസ്ട്രക്ഷൻ ഒക്കെ പറഞ്ഞു. അടുത്തത് പറയുന്നത് സൈക്ലോട്രോൺ ഫ്രീക്വൻസി ആണ്. എപ്പോഴും എക്സാമിന് ഡിറൈവ് ചെയ്യാൻ ചോദിക്കുന്നതാണ് സൈക്ലോട്രോൺ ഫ്രീക്വൻസി. സൈക്ലോട്രോൺ ഫ്രീക്വൻസി, സൈക്ലോട്രോൺ ഫ്രീക്വൻസി. നേരത്തെ നമ്മൾ ടൈം പീരിയഡ് ഓഫ് സർക്കുലർ മോഷൻ പറഞ്ഞിരുന്നു. ടൈം പീരിയഡ് ഓഫ് സർക്കുലർ മോഷനിൽ പറഞ്ഞ് കിട്ടിയ ആ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അത് തന്നെയാണ് ഫ്രീക്വൻസിയും. ടൈം പീരിയഡിൻ്റെ ഇൻവേഴ്സ് ആണ് ഫ്രീക്വൻസി എന്ന് നിങ്ങൾക്കറിയാം. സോ വി ഹാവ് condition for circular motion. We have condition for circular motion. Condition for circular motion. സർക്കുലർ മോഷന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് സെൻട്രിപെറ്റൽ ഫോഴ്സ് is equal to applied force. Centripetal force is equal to applied force. Centripetal force is equal to applied force. സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നതിന് ഈക്വൽ ആയിരിക്കണം അപ്ലൈഡ് ഫോഴ്സ്. ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം, mv²/r ആണ്. ഇസ് ഈക്വൽ ടു QVB. നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ. അപ്പോൾ എവിടുന്നാണ് നമ്മൾ തുടങ്ങിയത്? സെൻട്രിപെറ്റൽ ഫോഴ്സ് is equal to applied force, that is mv²/r is equal to QVB. ഈ വിയും ഇവിടുത്തെ വിയും ക്യാൻസൽ ചെയ്ത് പോയി. സോ വി ഈസ് ഈക്വൽ ടു QBR ഡിവൈഡഡ് ബൈ എം. സോ വി ഈസ് ഈക്വൽ ടു QBR ഡിവൈഡഡ് ബൈ എം. അതിൻ്റെ വർക്കിംഗ് പറഞ്ഞ സൈക്ലോട്രോണിൻ്റെ വർക്കിംഗ് പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു ഈ ഇക്വേഷൻ. ഏത്? വി ഈസ് പ്രൊപ്പോർഷണൽ ടു ആർ പറയാൻ വേണ്ടിയിട്ട്. സോ വി ഈസ് ഈക്വൽ ടു QBR ഡിവൈഡഡ് ബൈ എം. വി ഹാവ് relation between linear velocity and angular velocity. V is equal to r omega. V is equal to r omega. Omega is equal to V divided by R. V ഇവിടെ ഉണ്ട്. എന്താ V? QBR divided by M divided by R. R cancel ചെയ്ത് പോയാൽ is equal to QB divided by M. QB divided by M. Omega is equal to QB divided by M. ടൈം പീരിയഡ് കാണാനുള്ള ഇക്വേഷൻ, ടൈം പീരിയഡ് is equal to ടൈം പീരിയഡ് T is equal to 2π/ω is equal to 2π divided by ഒമേഗക്ക് പകരം QB divided by M is equal to 2πm divided by QB. 2πm divided by QB. അപ്പോൾ നമുക്ക് സൈക്ലോട്രോൺ ഫ്രീക്വൻസി ന്യൂ ഈസ് ഈക്വൽ ടു 1/ടൈം പീരിയഡ് ആണ്. ഇതിൻ്റെ ഇൻവേഴ്സ് കൊടുക്കുക. സോ QB ഡിവൈഡഡ് ബൈ 2πm. QB ഡിവൈഡഡ് ബൈ 2πm. അപ്പോൾ സൈക്ലോട്രോൺ ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ QB ഡിവൈഡഡ് ബൈ 2πm. അപ്പോൾ എവിടുന്നാണ് നമ്മൾ തുടങ്ങിയ സൈക്ലോട്രോൺ ഫ്രീക്വൻസി? കണ്ടീഷൻ ഫോർ സർക്കുലർ മോഷൻ. Centripetal force is equal to applied force. Centripetal force is equal to applied force. mv²/r is equal to QVB. V is equal to QBR divided by M. V is equal to QBR divided by M. We have V is equal to R omega. Omega is equal to V divided by R. QBR divided by M divided by R. Omega is equal to QB divided by M. Omega is equal to QB divided by M. Time period T is equal to 2π/ω. 2π divided by QB divided by M.
2πm divided by qb. അപ്പൊ എന്താ സൈക്ലോട്രോൺ ഫ്രീക്വൻസി? ന്യൂ ഈസ് ഈക്വൽ ടു 1 ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു നേരെ ടൈം പീരീഡിന്റെ ഇൻവേഴ്സ് കൊടുത്തു qb ഡിവൈഡഡ് ബൈ 2πm. ഈ ഡെറിവേഷൻ ചെയ്ത് പഠിക്കണം, നിർബന്ധമാണ്. ഓക്കെ ആണല്ലോ. അടുത്തത് പറയുന്നത് kinetic energy of the charged particle, kinetic energy of the charged particle, kinetic energy of the charged particle emerged from cyclotron, emerged from cyclotron, emerged from cyclotron, emerged from cyclotron. Kinetic energy of the charged particle emerged from cyclotron. അതായത് കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം. എന്താ കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ? ഹാഫ് എം വി സ്ക്വയർ. ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാഫ് എം വി സ്ക്വയർ, ഹാഫ് എം ഇൻറ്റു വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ ഇവിടെ ഉണ്ട്. എന്താ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ? ക്യൂ ബി ആർ ഡിവൈഡഡ് ബൈ എം. അതിൻ്റെ സ്ക്വയർ കൊടുക്കുക. സോ ക്യൂ ബി ആർ ഡിവൈഡഡ് ബൈ എം, ക്യൂ ബി ആർ ഡിവൈഡഡ് ബൈ എം ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് എം ഇൻറ്റു സ്ക്വയർ ചെയ്താൽ ക്യൂ സ്ക്വയർ ബി സ്ക്വയർ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ എം സ്ക്വയർ. ഈ എമ്മും ഇവിടുത്തെ എമ്മും ക്യാൻസൽ ചെയ്തു. സോ കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബി സ്ക്വയർ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m. സോ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബി സ്ക്വയർ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m. അപ്പോൾ കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ കിട്ടി. എന്താ കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബി സ്ക്വയർ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m. എക്സാമിന് ഒരു പ്രാവശ്യം ഡിറൈവ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബി സ്ക്വയർ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m. ഓക്കെ ആണല്ലോ. ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് എം ഇൻറ്റു ഇവിടെ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ ക്യൂ ബി ആർ ഡിവൈഡഡ് ബൈ എം ഉണ്ട്. അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ലാസ്റ്റ് ഇക്വേഷൻ കിട്ടി. അടുത്തത് പറയുന്നത് ലിമിറ്റേഷൻസ് ഓഫ് സൈക്ലോട്രോൺ ആണ്. ലിമിറ്റേഷൻസ് ഓഫ് സൈക്ലോട്രോൺ, ലിമിറ്റേഷൻസ് ഓഫ് സൈക്ലോട്രോൺ. അതിൽ ഒന്നാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് negatively charged particle, negatively charged particle, negatively charged particle cannot be accelerated using cyclotron, cannot be accelerated using cyclotron. ഒന്നാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ cannot be accelerated using cyclotron. ഇവിടെ നമ്മൾ എന്താ സൈക്ലോട്രോൺ ആദ്യം പറഞ്ഞിരുന്നു. എന്താ സൈക്ലോട്രോൺ എന്ന് പറയുന്നത്? സൈക്ലോട്രോൺ ഈസ് ദ ഡിവൈസ് യൂസ്ഡ് ടു ആക്സലറേറ്റ് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ. അപ്പോൾ ഒന്നാമത്തെ ലിമിറ്റേഷൻ പറഞ്ഞു, നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ cannot be accelerated. രണ്ടാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ചാർജ്ലെസ് പാർട്ടിക്കിൾ, ചാർജ്ലെസ് പാർട്ടിക്കിൾ, chargeless particle cannot be accelerated, cannot be accelerated, cannot be accelerated using cyclotron, cannot be accelerated using cyclotron. cyclotron യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ചാർജ്ലെസ് പാർട്ടിക്കിളിനെ, ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിളിനെ ആക്സലറേറ്റ് ചെയ്യിക്കാൻ പറ്റില്ല. മൂന്നാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ക്യാൻ ബി ഇൻക്രീസ്ഡ്, വെലോസിറ്റി ക്യാൻ ബി ഇൻക്രീസ്ഡ്, ക്യാൻ ബി ഇൻക്രീസ്ഡ്, ക്യാൻ ബി ഇൻക്രീസ്ഡ് അപ് ടു എ സർട്ടൻ ലിമിറ്റ്, അപ് ടു എ സർട്ടൻ ലിമിറ്റ്. ഒരു ലിമിറ്റ് വരെ ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർ. നിങ്ങൾ പഠിച്ചതാ ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർ. ഐൻസ്റ്റീൻ്റെ റിലേറ്റീവ് തിയറി അനുസരിച്ച് മാക്സിമം വെലോസിറ്റി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ദ ലൈറ്റ് ആണ്.
അതുകൊണ്ടാണ് ഒരു ലിമിറ്റ് വെക്കുന്നത്. നമ്മൾ എത്ര ഇൻക്രീസ് ചെയ്യാൻ പറ്റുമെന്ന് സൈക്ലോട്രോൺ പറയുന്നില്ല. അപ് ടു എ സർട്ടൈൻ ലിമിറ്റ്, ഒരു ലിമിറ്റ് വരെ ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും വെച്ച് ഒരു ലിമിറ്റ് വരെ ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ 3 ലിമിറ്റേഷൻസ് പറഞ്ഞു. ഒന്നാമത്തെ ലിമിറ്റേഷൻ, നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ cannot be accelerated. രണ്ടാമത്തേത്, ന്യൂട്രൽ ചാർജ് ഓർ ചാർജ്ലെസ് പാർട്ടിക്കിൾ cannot be accelerated. മൂന്നാമത്തേത്, വെലോസിറ്റി can be increased up to a certain limit. ഒന്നും കൂടി പറയാം. നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ cannot be accelerated, ചാർജ്ലെസ് പാർട്ടിക്കിൾ cannot be accelerated. Then മൂന്നാമത്തെ, വെലോസിറ്റി can be increased up to a certain limit. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഫസ്റ്റ് സൈക്ലോട്രോൺ ഫ്രീക്വൻസി പറഞ്ഞു. എന്താ സൈക്ലോട്രോൺ ഫ്രീക്വൻസി പറഞ്ഞത്? വി ഹാവ് കണ്ടീഷൻ ഫോർ സർക്കുലർ മോഷൻ, സെൻട്രിപെറ്റൽ ഫോഴ്സ് is equal to applied force, mv square by r is equal to qvb, mv square by r is equal to qvb, v is equal to qbr divided by m. We have v is equal to r omega, omega is equal to v divided by r, qb r divided by m divided by r, omega is equal to qb divided by m. Time period t is equal to 2 pi by omega, 2 pi divided by qb divided by m equal to 2 pi m divided by qb. സൈക്ലോട്രോൺ ഫ്രീക്വൻസി പറഞ്ഞു, ന്യൂ ഈസ് ഈക്വൽ ടു 1 by t ഈസ് ഈക്വൽ ടു qb ഡിവൈഡഡ് ബൈ 2 pi m. കൈനറ്റിക് എനർജി ഓഫ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾ നമ്മൾ ഡിറൈവ് ചെയ്തു. കാണാനുള്ള ഇക്വേഷൻ, കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു q സ്ക്വയർ b സ്ക്വയർ r സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m. എന്താ ലിമിറ്റേഷൻസ് പറഞ്ഞത്? ഫസ്റ്റ് ലിമിറ്റേഷൻ, നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ cannot be accelerated, പോസിറ്റീവ്ലി chargeless particle cannot be accelerated, velocity can be increased up to a certain limit. ഓക്കെ ആണല്ലോ. ഇതാണ് സൈക്ലോട്രോൺ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സൈക്ലോട്രോൺ എന്താന്ന് പറഞ്ഞു? എന്താ സൈക്ലോട്രോൺ? Cyclotron is the device used to accelerate positively charged particle. അതിന്റെ പ്രിൻസിപ്പിൾ പറഞ്ഞു, velocity can be increased by placing it in perpendicular electric and magnetic field. അതിന്റെ വർക്കിംഗ് പറഞ്ഞു. 4 പോയിന്റ്സ്. ഏതൊക്കെ 4 പോയിന്റ്സ്? ഡ്യൂറിംഗ് ദ ഫസ്റ്റ് half cycle of AC, D1 is in positively charged and D2 is in negatively charged, so the charged particle enters into D2. രണ്ടാമത്തേത് പറഞ്ഞു, when a charged particle is placed in a perpendicular electric field it gets accelerated. മൂന്നാമത്തേത്, when a charged particle is placed in a perpendicular magnetic field it executes circular path. Then during each revolution velocity of the charged particle increases, so radius of revolution also increases, but time period is constant. പിന്നെ സൈക്ലോട്രോൺ ഫ്രീക്വൻസി പറഞ്ഞു, കൈനറ്റിക് എനർജി ഓഫ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾ പറഞ്ഞു, ലിമിറ്റേഷൻസ് പറഞ്ഞു. ഇത്രയുമാണ് സൈക്ലോട്രോൺ എന്ന് പറയുന്നത്. ഓക്കെ, സംശയമില്ല എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പാർട്ട്, ഫോഴ്സ് ആക്ടിങ് ഓൺ ദ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. നിങ്ങൾ 10th പഠിച്ചതായത്. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അത് അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിൽ റിപ്പൾസീവ് ഫോഴ്സ് ആയിട്ട് മാറും. ഒന്നും കൂടി ഹെഡിങ് ഒന്നും കൂടി ഒന്ന് കൃത്യമായിട്ട് വായിച്ചു നോക്ക്. കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എന്തായിട്ട് ആക്ട് ചെയ്യും? മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. സോ ഒരു മാഗ്നറ്റ് വേറൊരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുക. ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അടുത്ത് വേറൊരു മാഗ്നറ്റിക് ഫീൽഡ്. 2 മാഗ്നറ്റ് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവിടെ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിൽ റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഈ പറയുന്നത്. ഫോഴ്സ് ആക്ടിങ് ഓൺ ദ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഞാനിവിടെ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എടുത്തു കഴിഞ്ഞു. ഇതാണ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ബി എന്ന് പറയുന്നത്. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ബി. ഇതിൽ ഞാനൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ വെച്ചേക്കുക അറ്റ് ആൻ ആംഗിൾ തീറ്റ. ഇതിലൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ വെച്ചേക്കുവാണ്. ഇതാണ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ഇത് മാഗ്നറ്റിക് ഫീൽഡുമായി ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. സോ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ കൺസിഡർ ചെയ്തു. ആ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് L ആണ്. ലെങ്ത് എന്ന് പറയുന്നത് L ആണ്. ഇതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ A കൊടുത്തു. സോ
ഇത് ലെങ്ത് ആണ്. എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. അപ്പോൾ എൽ എന്ന് പറയുന്നത് ലെങ്ത് ആണ്, എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. ദെൻ അവിടെ മാഗ്നറ്റിക് ഫീൽഡിലാണ് വെച്ചേക്കുന്നത്. ഇഫ് n is the number of particle, number of charged particle, number of charged particle in unit volume. n is the number of charged particle in per unit volume, per unit volume. അങ്ങനെയാണെങ്കിൽ n എന്ന് പറയുന്നത് യൂണിറ്റ് വോളിയത്തിലുള്ള നമ്പർ ഓഫ് ചാർജഡ് പാർട്ടിക്കിൾ, ഒരു യൂണിറ്റ് വോളിയം എടുത്തു കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ചാർജഡ് പാർട്ടിക്കിൾ, ടോട്ടൽ നമ്പർ ഓഫ് ചാർജഡ് പാർട്ടിക്കിൾ, ടോട്ടൽ നമ്പർ ഓഫ് ചാർജഡ് പാർട്ടിക്കിൾ, ടോട്ടൽ നമ്പർ ഓഫ് ചാർജഡ് പാർട്ടിക്കിൾ ഇൻ എ കണ്ടക്ടർ, ഇൻ എ കണ്ടക്ടർ, കണ്ടക്ടറിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ചാർജഡ് പാർട്ടിക്കിൾ n ഇൻറ്റു എ ഇൻറ്റു എൽ. എ ഇൻറ്റു എൽ എന്ന് പറഞ്ഞാൽ മൊത്തം വോളിയ, ആ കണ്ടക്ടറിന്റെ മൊത്തം വോളിയ. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ചാർജഡ് പാർട്ടിക്കിൾ ഇൻ എ യൂണിറ്റ് വോളിയം. ഒരു യൂണിറ്റ് വോളിയം എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള നമ്പർ ഓഫ് ചാർജഡ് പാർട്ടിക്കിൾ, അപ്പൊ ടോട്ടൽ കിട്ടണമെങ്കിൽ ടോട്ടൽ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആ ടോട്ടൽ വോളിയമാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ചാർജഡ് പാർട്ടിക്കിൾ, total force acting on the charged particle, total force acting on the charged particle, charged particle, total force acting on the charged particle, F is equal to, ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഉള്ളതാണെങ്കിൽ ക്യൂ വി ബി സൈൻ തീറ്റ, പറഞ്ഞത് ഓർമ്മയുണ്ടാവും, ക്യൂ വി ബി സൈൻ തീറ്റ. ദെൻ അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം, ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ അല്ല, ഒത്തിരി ചാർജ്ഡ് പാർട്ടിക്കിൾ ഉണ്ട്, ഇൻറ്റു ക്യൂ വി ബി സൈൻ തീറ്റ, ക്യൂ വി ബി സൈൻ തീറ്റ. ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. എൻ എ ക്യൂ വി I B sin theta, N A Q V L B sin theta. ഇത് നിങ്ങൾക്ക് കണ്ടത് ഓർമ്മയുണ്ടോ? കണ്ടത് ഓർമ്മയുണ്ടോ? നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ചതാണ്. കറണ്ട് കാണാനുള്ള ഇക്വേഷനാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതെല്ലാണ് ഐ അല്ലേ, എല്ലാണ്, that is EL ആണ് ഇവിടെ വരുന്നത്. സോ ILB sin theta, ILB sin theta. So force acting on the current carrying conductor placed in the magnetic field F is equal to ILB sin theta. Force acting on the current carrying conductor placed in the magnetic field F is equal to ILB sin theta. F is equal to ILB sin theta. So force കാണാനുള്ള ഇക്വേഷൻ കിട്ടി. ഒന്നും കൂടി എഴുതാം. F is equal to I into L cross B. F is equal to I into L cross B. F is equal to I into L cross B. അപ്പോൾ force acting on the current carrying conductor placed in the magnetic field F is equal to ILB sin theta. എവിടുന്നാണ് നമ്മൾ തുടങ്ങിയത്? ആദ്യം ഒരു കണ്ടക്ടർ കൺസിഡർ ചെയ്തു. ആ കണ്ടക്ടറിന്റെ ലെങ്ത് എൽ ആണ്, എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. ഈസ് പ്ലേസ്ഡ് ഇൻ ദ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. അത് എവിടെയാ വെച്ചേക്കുന്നത്? യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലാണ് വെച്ചേക്കുന്നത്. ദെൻ എൻ ഈസ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾ, ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ എ യൂണിറ്റ് വോളിയം. യൂണിറ്റ് വോളിയത്തിലുള്ള നമ്പർ ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്. അങ്ങനെയാണ് എങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ എ കണ്ടക്ടർ എന്ന് പറയുന്നത് n ഇൻറ്റു എ ഇൻറ്റു എൽ, n ഇൻറ്റു എ ഇൻറ്റു എൽ. സോ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ചാർജ്ഡ് പാർട്ടിക്കിൾ F is equal to NaL into QVB sin theta. So Na into QV
into LB sin theta, F is equal to ILB sin theta. F is equal to ILB sin theta. So F is equal to I into L cross B. F is equal to I into L cross B. അങ്ങനെയാണെങ്കിൽ direction of the force can be calculated. Direction of force can be calculated. Direction of force can be calculated by Fleming's left hand rule. By Fleming's left hand rule. By Fleming's left hand rule. Left hand rule. By Fleming's left hand rule. എന്താ ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ്? സ്ട്രെച്ചിങ് തമ്പ് ലെഫ്റ്റ് ഹാൻഡ് ആണ്. സ്ട്രെച്ചിങ് തമ്പ് forefinger, middle finger in mutually perpendicular direction. Forefinger indicates the direction of magnetic field. Middle finger indicates the direction of electric current. Thumb indicates the direction of force. ഒന്നും കൂടി പറയാം. Forefinger indicates direction of magnetic field. Direction of magnetic field. Middle finger indicates direction of electric current. Direction of electric current. Then thumb indicates direction of force. Thumb indicates direction of force. Appo stretching forefinger, middle finger, thumb in mutually perpendicular direction. Forefinger indicates the direction of magnetic field. Middle finger indicates the direction of electric current. Thumb indicates the direction of force. ഒന്നും കൂടി പറയാം. Forefinger indicates the direction of magnetic field. Middle finger indicates the direction of electric current. Thumb indicates the direction of force. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? Force acting on the current carrying conductor placed in the magnetic field. F is equal to ILB sin theta. Direction of force calculate ചെയ്തു.